ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വലിയ പെരുന്നാൾക്കത്തെ വ്ളോഗാട്ടോ. ഞാൻ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയിട്ട്, എന്നാലും ഞാൻ ഒപ്പിച്ച് ഞാനിത് വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ അനിയന് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇപ്രാവശ്യം അനിയൻ മാത്രമേ പള്ളിയിൽ പോകണുള്ളൂ, കാരണം ഇപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ അവൻ ഒറ്റക്കാട്ടോ പോലെ. ഈ പെരുന്നാളിൽ പോലും ചെറിയ പെരുന്നാളും അവൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. അപ്പം നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ 2 റൂമിലും ബെഡ്ഷീറ്റൊക്കെ പുതിയത് ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാ പെരുന്നാളിൻ്റെ വ്ളോഗിനും ഞാൻ ഇതേപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഒരു ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം അടിച്ചു തരാൻ വേണ്ടിയിട്ട് പോയി. അടിച്ചു തരാൻ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ അടുക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയപ്പോൾ ഉമ്മച്ചിട്ട് അവിടെ നല്ല അടിപൊളി മന്തിക്കുള്ള മസാലയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ. ഇപ്പോൾ നമ്മൾ മന്തി ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ എല്ലാ പെരുന്നാൾക്കും നമ്മൾ മന്തി ഇട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ അയർബേബിൻ്റെ ഡ്രസ്സ് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. ഇപ്രാവശ്യത്തെ പെരുന്നാളെന്തോ വലിയ രസമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം നമ്മൾ ഇപ്പച്ചി ഇവിടെ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ വലിയ രസമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇപ്പച്ചി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ വെച്ചാൽ ഇപ്പച്ചി ഇല്ലാത്ത രണ്ടാമത്തെ പെരുന്നാളുണ്ട്. ചെറിയ പെരുന്നാൾക്കും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ വലിയ പെരുന്നാൾക്കും ഇപ്പച്ചി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അടിച്ചു വാലും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അനിയൻ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പോൾ ഇതേപോലെ കുറേ ബലൂണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബലൂൺ കൊണ്ടറിൽ പിന്നെ എല്ലാ പെരുന്നാളും ഞങ്ങളോടുള്ള കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അയർ ഇത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പെരുന്നാൾക്കും എനിക്ക് തന്നെയാണ് ഇതിൻ്റെ ഡ്യൂട്ടി ഉണ്ടാവില്ല, ഇതിങ്ങനെ അളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അടപ്പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെറിയ പെരുന്നാൾക്ക് സെയിം പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അടപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസമൊക്കെ ഒരുപാട് നേരം വെച്ച് ഇളക്കിയിട്ട് ലാസ്റ്റ് നമ്മളിത് പായസം കുടിക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ഇത് അടപ്പായസം അടിപൊളി അടപ്പായസമായിരുന്നു, ഒന്നും പറയില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കടിഞ്ഞ് മുന്നേ അതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് പായസം കുടിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്താ ഫുഡ് കഴിക്കടിഞ്ഞ് മുന്നേ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ ഫുഡ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. പിന്നെ പെരുന്നാൾക്ക് എല്ലാവരും പൊതുവേ നേരത്തെ ഫുഡ് കഴിക്കുമല്ലോ. ചിലർക്ക് 10 മണി 10:30 കഴിക്കും. ഞങ്ങളിതവിടെ 11 മണിക്കായിട്ടപ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അടിപൊളി ചിക്കൻ മന്തി. അങ്ങനെ തുറക്കുമ്പോൾ ആ സ്മെല്ലുണ്ടല്ലോ, ആ അടിപൊളിയാണ്. ഇതിൻ്റെ അടുക്ക് പോയിട്ട് ഞാൻ മയോണീസും അതുപോലെ ടൊമാറ്റോ സോസും ടൊമാറ്റോ ചട്നി അതൊക്കെ ഞാനിങ്ങനെ ഓരോ കുഞ്ഞു പാത്രത്തിലൊക്കെ ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയന് നമ്മളെ മന്തിയൊക്കെ ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മന്തി എല്ലാ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ നമ്മളെ പാത്രത്തൊക്കെ അനിയത സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് ആ മയോണീസും അതൊക്കെ ഒന്ന് ജസ്റ്റ് പാത്രത്തിലാക്കിയേക്കുള്ള ബാക്കി ഞാൻ വീഡിയോ അങ്ങനെ എടുത്ത് നടക്കുക, ഇതന്നെ ഉള്ളത് എനിക്ക് പണി. അങ്ങനെ ടേബിളിൽ കൊണ്ടുവച്ച് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അടിപൊളി നല്ല ചിക്കൻ മന്തിയും മയോണീസും പിന്നെ സോസും തക്കാളി ചട്നി അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയല്ലേ ഗൈസ്, അടിപൊളി ഫുഡായിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയത്തിക്ക് ഒരു ആഗ്രഹം, ഓക്കെ ചിക്കൻ കാലിൽ എടുക്കണേ വീഡിയോ എടുക്കണമെന്ന്. എന്തായാലും ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പിന്നെ പെരുന്നാൾക്ക് ഫുഡ് കഴിച്ചിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആസ്വദിച്ച് സാവധാനമായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു, നമ്മൾ ഈ ഒരു വ്ളോഗിൽ 2 ദിവസത്തെ വ്ളോഗാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അഥവാ നമ്മൾ പെരുന്നാൾ വ്ളോഗും അതുപോലെ തന്നെ സെക്കൻഡ് ഡേ ഉള്ള വ്ളോഗും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ നീണ്ടൊരു ഉറക്കം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ എവിടേക്കേലൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണത്. അത് നമ്മൾ ഇറങ്ങണത് തന്നെ ഇതാ ഒരു മരിഭാഗം കൊടുക്കണം നേരത്താണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെ ഔട്ട്ഫിറ്റ് അടിപൊളിയല്ല. ഞാൻ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലോട്ടാണ് ഗൈസ്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഇതാ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തറവാട്ടിലെത്തിയതിനു ശേഷം ഞാൻ അധികം വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് വ്ളോഗ് എടുക്കുന്ന കാര്യം തന്നെ ഓർമ്മയില്ല, അതാണ് സത്യം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മളെ ഫസ്റ്റ് ഡേത്തെ വ്ളോഗ് എന്ന്, അഥവാ നമ്മളെ പെരുന്നാൾ ദിവസത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്നത് നമ്മൾ സെക്കൻഡ് ഡേത്തെ വ്ളോഗാട്ടോ. അങ്ങനെ നമ്മൾ പെരുന്നാൾ 2ാമത്തെ ദിവസം നമ്മൾ എവിടേക്കേലൊക്കെ ഒന്ന് പോകാമെന്ന് വേണ്ട നമ്മളിത് അവസാനം പോയത് നമ്മൾ ഒട്ടുമുറ ബീച്ചിൽ തന്നെ ആയിരുന്നു. ഇതെനിക്ക് അവിടെ എത്തിയപ്പോഴാട്ടോ വ്ളോഗ് എടുക്കാനുള്ള കാര്യം തന്നെ ഓർമ്മ വന്നത്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അഥവാ ഈ ഒരു പോണ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ജുമാനൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഒരു ഈവനിങ്ങിൻ്റെ ആ ഒരു ടൈമാണ് പോയിട്ടുണ്ടായത്. നമ്മളോട് എത്തിയ ടൈമിലാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞാൻ, കാരണം നമ്മൾ പോയതൊരു 3 മണിയൊക്കെ ആയപ്പോഴായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ നല്ല ആൾക്കാരുണ്ടാവുമെന്ന്. പിന്നെ കുറേ ടൈം കഴിഞ്ഞപ്പോഴാട്ടോ നല്ല ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളോട് കുറച്ചേരം നോക്കിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു ബീച്ചിൽ. എന്താണെന്നറിയില്ല, ഭയങ്കര കാറ്റായിരുന്നു. നമ്മൾ ഷോളൊന്നും പിടിച്ചാൽ കിട്ടാത്ത ഇതിലുള്ള കാറ്റായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞാൽ നമ്മൾ പോയതായിരുന്നു. ബട്ട് അവിടെ എത്തിയപ്പോൾ നമ്മൾ ഈ ഒരു കാറ്റുകൊണ്ട് നമുക്കൊരു നല്ല ഫോട്ടോ പോലും കിട്ടി. നമ്മൾ ബീച്ചിൽ പോയാൽ എപ്പോഴുള്ള സ്ഥിരം പരിപാടിയാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഉപ്പിലിട്ടൊരു കട കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഓരോ ആൾക്കാർ ഓരോ സൈഡിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ മാങ്ങ അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചൊണ്ടീസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതേപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ അടിച്ചിട്ട് നമ്മളിത് ഈ ഒരു പക്കവടയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്ലേറ്റ് കൂടുന്നത്
കാലായ വഴ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റ് കൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻ ഹൈലൈറ്റ് ഇതിന് ഒരു ചട്നി ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ചട്നി. അങ്ങനെ ഇരുട്ടൊക്കെ ആവാനായപ്പോൾ നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം വ്ളോഗൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വെച്ച് കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.